വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞു വിടുന്ന ഭാഗമാണ്. 12 അപ്പസ്തോലന്മാരുടെയും പേരെടുത്ത് വിളിച്ച് തൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് പറയേണ്ടതെന്നുമുള്ള നിർദ്ദേശങ്ങൾ കർത്താവ് അവർക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രമാണ്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. അതിനുവേണ്ടിയുള്ള യാത്ര തുടങ്ങുമ്പോൾ ഓരോ ശിഷ്യനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി കർത്താവ് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ വടിയോ ചെരുപ്പോ സഞ്ചിയോ കയ്യിലെടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങളുമായിട്ടാണ് അവരെ ഈ സുവിശേഷ പ്രഘോഷണത്തിന് പറഞ്ഞയക്കുന്നത്. ഈ പ്രഘോഷണം നടത്തുമ്പോൾ നിങ്ങൾ ജീവിത സാക്ഷ്യത്തിലൂടെ ആയിരിക്കണം യേശുവിൻ്റെ ഈ സുവിശേഷം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതെന്ന സൂചനയാണ് അവിടെ നൽകുക. നിങ്ങളുടെ ജീവിതം ആളുകൾ ശ്രദ്ധിക്കുമെന്നും ആ ജീവിത സാക്ഷ്യം കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തതിന് ശേഷം വേണം ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സുവിശേഷം അവരെ അറിയിക്കാൻ എന്നുകൂടെ ഒരു വ്യംഗ്യ അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഈ മനസ്സ് എപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വികാരിയായി ആദ്യം ചാർജ് എടുത്ത ഒരു പള്ളിയിൽ ഒരു ചെറിയ പ്രശ്നം മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രശ്നം ഇതാണ്: പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പള്ളിയിൽ 3 ഞായറാഴ്ചയെങ്കിലും പ്രസംഗം പറഞ്ഞു. ഇത് ശരിയല്ല, ധാർമ്മികതയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അതേക്കുറിച്ച് പറഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചെരുപ്പ് മോഷണം വർദ്ധിക്കുകയാണ് എൻ്റെ പ്രസംഗം കൊണ്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അന്ന് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചതിന് ശേഷം നമുക്ക് ഈ ഉപദേശം നൽകാം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ഞാൻ എൻ്റെ പാദരക്ഷകൾ അഴിച്ചു വയ്ക്കുകയും നഗ്നപാതനായി എൻ്റെ ഇടവകയിലൂടെ നടക്കാനും ശ്രമിച്ചു. പക്ഷേ എൻ്റെ പ്രസംഗം ഞാൻ അതേക്കുറിച്ചുള്ളത് അവസാനിപ്പിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്, ഇതിൽ നിന്ന് ഞാൻ അവിടെ ഇരുന്ന 3 വർഷവും ഞാൻ അവരെ വെല്ലുവിളിച്ചിരുന്നു, ആരുടെയെങ്കിലും ചെരുപ്പ് മോഷണം പോയെങ്കിൽ എന്നെ അറിയിക്കണമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ചെരുപ്പില്ലാതെ ഇടവകയിലൂടെ നടന്നപ്പോൾ എന്നെ കാണുന്ന ഓരോ വ്യക്തികളും എന്നോട് ചോദിക്കാൻ തുടങ്ങി, അച്ഛനെന്ന് ചെരുപ്പിട്ടില്ലേ എന്ന്. പക്ഷേ ഞാൻ അതേക്കുറിച്ച് കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ അതേക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാവുകയും പിന്നീട് ഒരു 3 വർഷക്കാലം ഞാൻ ആ പള്ളിയിലിരുന്നിട്ടും ഒരൊറ്റ വ്യക്തിയുടെ പോലും ചെരുപ്പ് നഷ്ടമായില്ല എന്നുള്ളത് എനിക്ക് വലിയ പ്രചോദനമായി. ആ ഒരു വലിയ പ്രചോദനം എനിക്ക് ഈ സുവിശേഷ ഭാഗത്തു നിന്ന് കിട്ടിയത്. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ
ദൈവത്തിൽ ആശ്രയിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നിൻ്റെ ചെരുപ്പിലോ വടിയിലോ സഞ്ചിയിലോ അല്ല നിൻ്റെ ആശ്രയം വേണ്ടത്, നീ ദൈവത്തിൽ ആശ്രയിച്ച് സുവിശേഷം പ്രഘോഷിക്കുക. അപ്പോൾ അതിനുവേണ്ട ഉപേക്ഷകളുടെ കാര്യങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ഞാനെന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് വേണം ജനങ്ങളോട് ഇത് പറയാൻ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം എനിക്കതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അവിടുന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് അതിനൊരു പ്രായോഗികത ലഭിക്കുക എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ബോധ്യം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഈ ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമാകാൻ വേണ്ടി എന്നോണം അത് അധികം എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടി ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ചെരുപ്പ് ധരിച്ചിട്ടില്ല. അത് തന്നെ എനിക്ക് തോന്നുന്നത് ജനത്തിൻ്റെ മുമ്പിലൊരു സാക്ഷ്യമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ സുവിശേഷ ഭാഗത്തിലെ പ്രചോദനമാണ് ഞാൻ എപ്പോഴും പറയുക. കർത്താവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ നീ ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ശ്രമിക്കുക, അതിൽ നിന്ന് ധാരാളം ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് എന്നെ നയിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ സുവിശേഷ ഭാഗം വലിയ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Thank you.